ഹലോ ഗൈസ്, നമുക്കിന്ന് ഈ ക്യൂട്ടായിട്ടുള്ള ജേണൽ ബുക്ക് ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ട്? കാണാൻ സൂപ്പർ അല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സജു. ഇന്ന് നമുക്ക് ഈ നോട്ട്ബുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ കവായി ജേണൽ കിറ്റിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമുക്ക് ഈ ബുക്കോട് കൂടിയിട്ട് നമുക്ക് ഇത് നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജേണൽ ചെയ്യാം. അപ്പോൾ ഈ ബുക്കിന്റെ പ്രത്യേകത എന്താ പറയുക നമുക്ക്? ഇത് നമ്മളെ വേസ്റ്റ് ബുക്ക് ഉണ്ടാവില്ലേ, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ബുക്ക്, അതിൽ കുറച്ച് പേപ്പേഴ്സ് ബാക്കിയുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നോട്ട്ബുക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ? ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ പേപ്പേഴ്സ് എടുക്കുക, ഫോൾഡ് ചെയ്യുക, ജസ്റ്റ് അത് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ജസ്റ്റ് ഒരു സ്ട്രിപ്പ് വെക്കാൻ മറക്കല്ലേ. സ്ട്രിപ്പ് വെച്ച് നമുക്ക് ഒന്നും കൂടി ഒരു ടൈറ്റ്നെസ് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്കിയൊക്കെ നമ്മുടെ ക്രിയേഷൻസും ക്രിയേറ്റിവിറ്റീസും അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ചട്ട കുറച്ചും കൂടി കട്ടിയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കണേ, അപ്പോഴേ നമുക്ക് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഞാനൊരു കവായി തീമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രിഡ് ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടിയില്ല നമുക്ക്. അപ്പം ഞാനൊരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഫെവിക്കോൾ വെക്കുക, ഒട്ടിച്ചു കൊടുക്കുക, എക്സ്ട്രാ ഭാഗം വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ചട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനൊന്ന് വെയിറ്റ് ചെയ്യണേ, അപ്പോഴുള്ളൂ നമുക്ക് ആ കറക്റ്റായിട്ട് നോട്ട്ബുക്ക് ഉള്ളിൽ പറ്റുള്ളൂ. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് ഈ നോട്ട്ബുക്ക്, ഇതിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണല്ലോ, ഇതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഗ്രിപ്പ് കിട്ടും, കുറച്ചും കൂടി കാലം നമുക്കത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാൻ ഈ ഒരു മെത്തേഡ് എടുത്ത് എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, മറ്റേത് ഇത്തിരി കൂടി ഒരു കൺഫ്യൂഷൻ ആണ്. ബട്ട് അതാണ് ഒന്നും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ എങ്ങനെയാണ് നോട്ട്ബുക്ക് ബൈൻഡ് ചെയ്യാന്നുള്ളത് കാണിക്കാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിത് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇതൊന്ന് ഡ്രൈ ആവണല്ലോ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ പുറത്ത് കുറച്ച് ഡോട്ടായിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള വൈബ് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളെ കയ്യിൽ ഏത് സ്റ്റിക്കേഴ്സാണോ ഉള്ളത് അതിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഈ സ്റ്റിക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് 4 കോർണറിലും. ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ ഒരു ഇങ്ങനെ ഇട്ടാൽ ഭംഗി ഉണ്ടാവും തോന്നിയെടുത്ത് ഞാൻ ഒട്ടിച്ചു. നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ ഒട്ടിച്ചു നോക്കാം. ഇതേപോലത്തെ ജേണൽ ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ടെങ്കിൽ ഇനി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഈ ജേണൽ സീരീസിൻ്റെ ബാക്കി 2 പാർട്ട് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. നിങ്ങൾ ഇനി അടുത്തത് എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ, എന്നാലേ എനിക്കത് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 4 കോർണറിൽ ഒട്ടിച്ചപ്പോൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സെൻറ്ററിൽ 2-3 സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 2-3 ബോയും വരച്ചു കൊടുത്തു. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ വീഡിയോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ജേണൽ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.